ഹലോ നമസ്കാരം. മൈൻഡ്സുമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്ന. ഞാനിന്ന് ആൻസൈറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ് ആൻസൈറ്റി? ഒരു വ്യക്തിയിൽ ഭയം, ആശങ്ക, അസ്വസ്ഥത എന്നിവ ഉണ്ടാകുന്ന അവസ്ഥയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ അസ്വസ്ഥമായ ചിന്തകൾ കൊണ്ടോ ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടോ ഉണ്ടാകാം. ആൻസൈറ്റി ഉള്ള വ്യക്തികളിൽ കൈകളുടെ വിറയൽ, നെഞ്ചിടിപ്പ്, ശ്വാസമുട്ടൽ എന്നീ ലക്ഷണങ്ങളും ഉണ്ടാകാം. ആൻസൈറ്റിയും ഭയവും നമ്മളെല്ലാവരിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അനുഭവത്തിൽ വ്യത്യസ്തമാണെന്ന് മാത്രം. ഭയം എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. പക്ഷെ ഉത്കണ്ഠയ്ക്ക് വ്യക്തമായ ഒരു കാരണം നമുക്ക് ഉണ്ടാവില്ല. വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു അസ്വസ്ഥതയാണ്. ആൻസൈറ്റി എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് പോലെ വളരെ വേഗത്തിൽ വരികയും വളരെ സാവധാനത്തിലും വന്നു ചേരുന്ന ഒന്നാണ്. ഇത് തീവ്രമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വൈദ്യസഹായം നേടേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ചിലവരിൽ ആൻസൈറ്റി വളർന്ന വർഷങ്ങളായിട്ട് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആവുന്ന വ്യക്തികളുണ്ട്. ഡ്രഗ്സിന് അഡിക്റ്റ് ആവും. അപ്പോൾ ഡ്രഗ് തെറാപ്പി കൊടുക്കുക, ബിഹേവിയർ തെറാപ്പി കൊടുക്കുക, സൈക്കോ തെറാപ്പി കൊടുക്കുക എന്നീ ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ രോഗത്തെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ സാധിക്കും. ഇനി എന്താണ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാം? ഒരു വ്യക്തിയിൽ സാമൂഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തൊഴിൽ മേഖല എന്നിവയിലേക്ക് ആൻസൈറ്റി വളർന്ന് വഷളാകുമ്പോഴാണ് അതിനെ ആൻസൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം എന്ന് വിളിക്കുന്നത്. ആൻസൈറ്റി ഉള്ള വ്യക്തികൾ അവർ തന്നെ മെനഞ്ഞെടുത്ത ഒരു ഭയാനകമായ ലോകത്തിലായിരിക്കും ജീവിക്കുക. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ ആൻസൈറ്റി വരാൻ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസൈറ്റി നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. ആൻസൈറ്റിയും ഭയവും നമുക്ക് വരാറുണ്ട്. ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസൈറ്റി വരാറുണ്ട്. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ആൻഷ്യസ് ആവാറുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ആൻഷ്യസ് ആവണം. കുറച്ച് ആൻഷ്യസ് ആയില്ലെങ്കിൽ നമ്മൾ എക്സാമിന് തോറ്റുപോകും, നമുക്കൊന്നും പറയാൻ കിട്ടില്ല. പക്ഷേ ആൻസൈറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ മറന്ന് നമുക്ക് ഒരക്ഷരം പോലും എഴുതാൻ കിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ, ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ആൻഷ്യസ് ആയാലും നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആൻസൈറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠ കൂടുതലായി നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലരുണ്ട് സോഷ്യൽ ആൻസൈറ്റി ഉള്ള വ്യക്തികൾ. ഇപ്പോൾ ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർ ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും പറയാൻ കഴിയില്ല. ആൻസൈറ്റി വളർന്ന് വഷളാകുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണോ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിനുള്ള ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. ഇനി ആൻസൈറ്റി ചെറിയ രീതിയിലൊക്കെയാണ് വ്യക്തികളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ആൻസൈറ്റിനെ കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഏകാഗ്രതമായിട്ടുള്ള നല്ലൊരു മനസ്സിൽ ഈ ആൻസൈറ്റിയോ അനാവശ്യ ചിന്തകളൊന്നും നമുക്ക് വരില്ല. അപ്പം നമ്മളെന്നും രാവിലെ ആയാലും ഒരു പ്രഭാത സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ, യോഗ എന്നിവയൊക്കെ ചെയ്യുക. ഡെയിലി അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ മനസ്സ് ഏകാഗ്രതമായിരിക്കും. പ്രെയർ ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് ഈ അനാവശ്യമായ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ഉത്കണ്ഠ, നമ്മൾ എന്താണോ അസ്വസ്ഥമാകുന്നത്, നമ്മളുടെ മനസ്സ് എന്തിനെയാണോ ഭയക്കുന്നത് അതിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സ്കുലേറ്റർ ഒക്കെ ഉണ്ടല്ലോ, അതിൽ കയറാൻ പേടിയാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൽ കയറി ഞാൻ വീഴോ എന്നുള്ള ഭയമാണ്, ഒരു ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ പേടി നിങ്ങൾക്ക് അവിടെ മാറും. അപ്പം നിങ്ങൾ എന്താണോ ഭയക്കുന്നത് അതിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നെഗറ്റീവായിട്ട് നിങ്ങളിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും പോസിറ്റീവ് തോട്ട്സ് നിങ്ങളെ മനസ്സിൽ കൊടുക്കുക, നെഗറ്റീവ് ഇമേജ് കൊടുക്കാതിരിക്കുക, ഇമേജിനേഷൻ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്കറിയുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും അടുത്തുള്ള ഒരു വ്യക്തി ഉണ്ടായി ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്കതുപോലെ വരൂ, അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അത് നിങ്ങളിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ വെറുതെ അനാവശ്യമായ ചിന്തകളോ ഇമേജിനേഷനോ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ആൻസൈറ്റി എന്ന് പറഞ്ഞ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.